നമസ്കാരം. ഇന്ന് പ്രമേഹം വളരെയധികം കൂടുന്ന ഒരു അവസ്ഥയിലാണ്. അതിൻ്റെ കാരണം നമ്മൾക്ക് അറിയാം. പാൻക്രിയാസ് ആവശ്യമായിട്ടുള്ള ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ആയുർവേദത്തിൽ ഇതിൻ്റെ കാരണത്തെപ്പറ്റി അറിയുന്നത് വളരെ നല്ലതാണ്. കാരണം നിരന്തരമായിട്ടുള്ള രാസമരുന്നുകൾ ഉപയോഗിച്ചിട്ടും പ്രമേഹം മാറുന്നില്ല, കൂടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം അതിൻ്റെ യഥാർത്ഥ കാരണത്തെ നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥ കാരണം ആയുർവേദം പറയുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതും ആണ്. ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങളുടെ സ്വന്തം അനുഭവത്തിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് തീരും. മധുമേഹം അല്ലെങ്കിൽ പ്രമേഹം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ആയുർവേദം പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പറയുന്നത് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മൾക്കറിയാം, ഇഡ്ഡലി, ദോശ തുടങ്ങിയവ കൂടുതൽ ഗുരുവായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഇത് വളരെ പെട്ടെന്ന് ദഹിക്കില്ല. എന്നാൽ കഞ്ഞി ആവട്ടെ വളരെ പെട്ടെന്ന് ദഹിക്കുകയും ചെയ്യും. അപ്പോൾ ദഹിക്കാത്ത ഭക്ഷണങ്ങൾ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രമേഹം ഉണ്ടാകും. രണ്ടാമത്തത് സ്നിഗ്ധദ്രവ്യം, അതായത് എണ്ണ തുടങ്ങിയവ, നെയ്യ് തുടങ്ങിയവ കൂടുതലായിട്ട് ഉപയോഗിക്കുക. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാലും പ്രമേഹം കൂടും. അതുപോലെ തന്നെ പുളി, ഉപ്പ് എന്നിവ അതിയായിട്ട് ഉപയോഗിക്കുക. അതുകൂടാതെ പുതിയ അരിയുടെ ചോറ്, അതേപോലെ തന്നെ പുതിയ മദ്യം കൂടുതലായിട്ട് ഉപയോഗിക്കുക. നമുക്കറിയാം, ആയുർവേദം പറയുന്നത് എപ്പോഴും 1 വർഷം പഴക്കമുള്ള അരി ഉപയോഗിക്കാനാണ്. അതേപോലെ തന്നെ പുതിയ മദ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രമേഹത്തിന് കാരണമാകും. പുതിയ തേൻ തടിപ്പിക്കും, പക്ഷേ പഴയ തേൻ മെലിക്കും എന്ന് പറയുന്നത് പോലെയാണ് ഈ കാര്യങ്ങളും. അതേപോലെ തന്നെ പറയുന്നതിൻ്റെ മറ്റൊരു കാരണം സുഖമായിട്ട് കൂടുതൽ ഉറങ്ങുക, സുഖമായിട്ട് കൂടുതൽ ഇരിക്കുക ചെയ്യുന്നതുകൊണ്ട് ഇത് ഉണ്ടാകും. ഇന്ന് മിക്കവരും സുഖമായിട്ടാണ് കൂടുതൽ ഇരിക്കുകയും അതേപോലെ തന്നെ ഉറങ്ങുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രമേഹം ഇത്രയധികം കൂടുന്നത്. അതുകൂടാതെ വ്യായാമം ഇല്ലായ്മയും ഇതിന് കാരണമാണ്. ചിന്ത ഇല്ലായ്മയും ഇതിന് കാരണമാണ്. വ്യായാമവും ചിന്തയും ഇല്ലെങ്കിൽ അതിയായിട്ട് വണ്ണമുണ്ടാകും. അത് കാരണം പ്രമേഹം ഉണ്ടാകുകയും ചെയ്യും. ശരീരത്തിലെ ദോഷങ്ങളെ സമയാസമയങ്ങളിൽ പുറന്തള്ളാതിരിക്കുന്നതുകൊണ്ടും പ്രമേഹമുണ്ടാകും. ഇവിടെ ശോധന കർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരത്തിലെ വാതപിത്ത കഫങ്ങളെ പുറന്തള്ളുക എന്നതാണ്. മാർച്ച് മാസത്തിൽ കഫത്തെ വമനകർമ്മം മൂലം പുറത്തു കളയേണ്ടതുണ്ട്. ജൂലൈ മാസത്തിൽ വസ്തി കർമ്മത്തിലൂടെ വായുവിനെ നിയന്ത്രിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നവംബർ മാസമാകുന്ന സമയത്ത് വിരേചന കർമ്മം നിർവഹിച്ച് പിത്തത്തെ പുറത്താക്കേണ്ടതുണ്ട്. പക്ഷേ ഇതിന് മുൻപും പിൻപും പൂർവ്വകർമ്മങ്ങളും പശ്ചാത്കർമ്മങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അതിനാൽ ഇതെല്ലാം ചെയ്യുന്നത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആയിരിക്കണം. അടുത്ത കാരണം പറയുന്നത് കഫം, പിത്തം, മേധസ്, മാംസം എന്നിവ അതിയായിട്ട് വർദ്ധിക്കുന്നതാണ്. ആ വർദ്ധിച്ചിട്ടുള്ള കഫാദികളാൽ വായുവിൻ്റെ ഗതിയെ ആവരണം ചെയ്യുന്ന സമയത്ത് വായു അതിലുള്ള ഓജസ്സിനെ സ്വീകരിച്ചിട്ട് എപ്പോൾ വസ്തിയിൽ എത്തിച്ചേരുന്നുവോ അപ്പോൾ കഷ്ടസാധ്യമായിട്ടുള്ള മധുമേഹം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പ്രമേഹം ഉണ്ടാകുന്നു. ഇതാണ് മധുമേഹത്തിനുള്ള കാരണം, അല്ലെങ്കിൽ പ്രമേഹത്തിനുള്ള കാരണം. ഇനി പ്രമേഹം വന്നു, നിങ്ങൾ ദിവസവും ഗുരുദ്രവ്യം കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രമേഹം കൂടും. അതായത് ദഹിക്കാത്ത ഭക്ഷണം നിങ്ങൾ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ പ്രമേഹം കൂടും. അതേപോലെ തന്നെ കൂടുതൽ എണ്ണ, നെയ്യ്, മത്സ്യം, മാംസം തുടങ്ങിയ സ്നിഗ്ധദ്രവ്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ സമയത്തും നിങ്ങളുടെ പ്രമേഹം കൂടും. അതിനാൽ പ്രമേഹ രോഗി മത്സ്യം, മാംസം, മീന്, മുട്ട, പാൽ തുടങ്ങിയവയെല്ലാം പരിപൂർണമായിട്ടും ഉപേക്ഷിക്കേണ്ടതുണ്ട്. അതുകൂടാതെ പുളി, ഉപ്പ് എന്നിവ അമിതമായിട്ട് ഉപയോഗിക്കരുത്. മദ്യം പുളിരസമാണ്, അതും അധികം ഉപയോഗിക്കരുത്. അതുകൂടാതെ ഒരിക്കലും പുതിയ അരിയുടെ ചോറ് ഉപയോഗിക്കരുത്. പഴയ അരി വേണം നമ്മൾ ഉപയോഗിക്കാൻ, 1 വർഷം പഴക്കമുള്ള അരി. ആ ചോറ് ഒരിക്കലും കുക്കറിൽ വെക്കരുത്. നമ്മൾ ധാരാളം വെള്ളം വീത്തി ആ ചോറ് വെച്ചതിന് ശേഷം ആ വെള്ളം വാർത്ത് കുട്ടികൾക്ക് കൊടുക്കണം. കാരണം ആ വെള്ളത്തിൽ ഒരുപാട് പോഷക ഗുണം ഉണ്ട്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിലെ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുന്ന സംഗതി, അതായത് ഷുഗർ ഉണ്ടാക്കുന്ന ആ കാരണം അല്പം കമ്മിയാകും. ആ ചോറ് പ്രമേഹ രോഗികൾക്ക് സുഖമായിട്ട് കഴിക്കാം. പക്ഷേ നമ്മൾ കുക്കറിൽ ചോറ് വയ്ക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ സാധ്യമല്ല. അത് കൂടുതൽ ഷുഗർ ഉണ്ടാക്കും. പക്ഷേ അതേ സമയത്ത് നമ്മൾ നല്ലപോലെ വ്യായാമം ചെയ്യുകയാണെങ്കിൽ ആ ഷുഗറിനെ നമുക്ക് തീർച്ചയായിട്ടും കൺട്രോൾ ചെയ്യാൻ സാധിക്കും.
അതേപോലെ തന്നെ പുതിയ മദ്യം ഒരിക്കലും ഉപയോഗിക്കരുത്. സുഖമായിട്ട് കൂടുതൽ ഉറങ്ങുകയും ഇരിക്കുകയും ചെയ്യരുത്. അതായത് നല്ല പോലെ വ്യായാമം ചെയ്യണം എന്നാണ് പറയുന്നത്. നിങ്ങൾ മരുന്ന് കഴിക്കുകയാണെങ്കിൽ കൂടി ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പ്രമേഹം ഒരിക്കലും മാറില്ല, അത് കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും. വ്യായാമവും ചിന്തയും ക്രമേണ കൂട്ടിക്കൊണ്ടുവരുന്നത് ഇതിന് വളരെ നല്ലതാണ് പ്രമേഹ ശമനത്തിന്. അതുകൂടാതെ സമയാസമയങ്ങളിൽ ശരീരത്തിൻ്റെ ദോഷങ്ങളെ പഞ്ചകർമ്മം ചെയ്ത് പുറത്താക്കുന്നത് വളരെ നല്ലതാണ്. ഇതിന് ഏറ്റവും നല്ലത് വ്യായാമം തന്നെയാണ് എന്ന് ആയുർവേദം പറയുന്നുണ്ട്. എന്നാൽ വളരെ ദുർബലനായിട്ടുള്ള ഒരു വ്യക്തിക്ക് വളരെ പതുക്കെ വേണം അത് കൂട്ടാൻ. മധുമേഹം അല്ലെങ്കിൽ പ്രമേഹത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഈ കാരണങ്ങളെ നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കുകയാണെങ്കിൽ നമ്മൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രമേഹത്തിൽ നിയന്ത്രണം കൈവരുത്താൻ സാധിക്കും. ഒരു കാര്യം ഓർക്കണം, ഏതെങ്കിലും ഒരു ഡോക്ടർ നിങ്ങളോട് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം എന്ന് പറയുകയാണെങ്കിൽ അത് ഒരിക്കലും ശരിയായിട്ടുള്ള ചികിത്സയല്ല എന്ന് അറിയുക. ആദ്യം ഡോക്ടർമാർ നിങ്ങളോട് പറയുന്നത് ഒരാഴ്ച നിങ്ങൾ മരുന്ന് കഴിക്കാനാണ്. അതിനുശേഷം ഷുഗർ ചെക്ക് ചെയ്തതിന് ശേഷം വീണ്ടും കഴിക്കാം എന്ന് പറയും. ഒരു ആഴ്ച നിങ്ങൾ തുടർച്ചയായിട്ട് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ തുടർച്ചയായിട്ട് മരുന്നിന് അടിമപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അതുകൂടാതെ മരുന്ന് കഴിച്ചിട്ട് ഇന്നേ വരെ ആരുടെയും പ്രമേഹം മാറിയിട്ടും ഇല്ല. പ്രകൃതി ചികിത്സ തുടങ്ങിയവ ഇതിന് വളരെ നല്ലതാണ്. കാരണം പ്രകൃതി ചികിത്സയിൽ പറയുന്ന കാര്യങ്ങൾ ഇതിനെല്ലാം ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ തരുന്നത്. അത് കാരണം പ്രകൃതി ചികിത്സയിൽ പോയ ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ഷുഗർ കൺട്രോളായിട്ട് ഇരിക്കുന്നതാണ്. വന്ന രോഗം മാറാനും രോഗം വരാതിരിക്കാനും വേണ്ടിയിട്ട് ആയുർവേദ, സിദ്ധ, ഹോമിയോ, യുനാനി, പ്രകൃതി ചികിത്സ തുടങ്ങിയ ചികിത്സാ സമ്പ്രദായങ്ങൾ സ്വീകരിക്കുക. പാലും പാലുൽപ്പന്നങ്ങളും പരിപൂർണമായിട്ടും ഒഴിവാക്കുക. സസ്യാഹാരം മാത്രം കഴിക്കുക. നോൺ വെജിറ്റേറിയൻ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ രോഗം വളരെ പെട്ടെന്ന് മാറുകയും രോഗം വരാതിരിക്കുകയും ചെയ്യും. എല്ലാവർക്കും നന്ദി.